നിങ്ങൾക്ക് വി ഡി സതീശനോട് ഭയങ്കര ദേഷ്യമാണില്ലേ എന്നാണ് പലരുടെയും ചോദ്യം. പഠിച്ച റബ്ബേ, എന്താ അപ്പം അങ്ങനെയൊക്കെ ചോദിക്കണത്? വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഞാൻ വ്യക്തിഹത്യ നടത്തുന്നത്, എന്തെങ്കിലും തെറി വിളിക്കണത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് അദ്ദേഹത്തെ എന്നല്ല, ആരെയും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അത് ഈ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി ഉണ്ടായ ഒന്നല്ലല്ലോ. അതായത് മുനമ്പും വഖഫുമായി ബന്ധപ്പെട്ട് കോടതിയും അതേപോലെ തന്നെ കമ്മീഷനുമൊക്കെ വ്യക്തമായത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞപ്പോൾ അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ കേരളത്തിലെ ഏക നേതാവ് വി ഡി സതീശൻ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കേസുമായൊക്കെ രംഗത്ത് വരുന്ന മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ചില താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അന്ന് അതിനെ എതിർത്തിട്ടുണ്ട്. അന്ന് ഈ ഇലക്ഷനൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ പല നീക്കുപോക്കുകളെയും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇലക്ഷനോടനുബന്ധിച്ച് അദ്ദേഹം എല്ലാവരും ഐക്യത്തോട് കൂടി നിൽക്കേണ്ട സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ടും ഒരു ഭിന്നിപ്പിൻ്റെ വർത്താനം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വന്നപ്പോൾ അതിനോട് വിയോജിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഫാൻസുകാർ തെരുവിലിറങ്ങി വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു വാർത്ത കണ്ടങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു അവസ്ഥ കണ്ട, ഇത് ഇന്നെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണോ? എത്രയോ ആളുകൾ ഫയൽ നീങ്ങാൻ വേണ്ടി കാത്തിരിക്കണം. 10 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിൽ നാഥനില്ല കളരിയാണെന്നാണ് പറയുന്നത്. ഒന്നും പ്രവർത്തിക്കണില്ല എന്ന് പറയാം. ഇത് യാസറിനെ ബാധിക്കുന്ന മാത്രം വിഷയമാണോ? ഇവിടെ ആര് മുഖ്യമന്ത്രി ആയാലും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുക, അങ്ങനെ ഭരിക്കട്ടെ. ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയി എന്ന് വെക്കുക, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ ഭരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിൽ നിന്നോ ഭരണകക്ഷികളിൽ നിന്നോ ഉണ്ടാകുന്ന പ്രയാസകരമായ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വ്യക്തിയോടുള്ള വിയോജിപ്പാണ് എന്ന് പറയുന്നതിന് എന്തർത്ഥമല്ലത്? ശരിക്കും വ്യക്തി വിയോജിപ്പ് ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസ്സിലല്ലേ? നോക്കൂ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണല്ലോ കെ സി വേണുഗോപാലും അതേപോലെ തന്നെ വി ഡി സതീശനും ഷാഫി പറമ്പിലും രമേശ് ചെന്നിത്തലയുമൊക്കെ. എത്ര നേതാക്കന്മാരെയാണ് പരസ്പരം എന്തെല്ലാമാണ് തെറിവിളികളുമായിട്ട് രംഗത്ത് വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഞങ്ങളാരും ചെയ്യണില്ലല്ലോ. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആശയപരമായ വിയോജിപ്പുകളെ രേഖപ്പെടുത്തി എൻ്റേതായ അഭിപ്രായങ്ങളെ എഴുതുമെന്നല്ലാതെ അതിനേക്കാൾ അപ്പുറത്തേക്ക് തെറി വിളിച്ച് മുന്നോട്ട് പോകുന്നത് ആരാ? അത് കോൺഗ്രസ്സിലെ ആളുകളല്ലേ. ഇതൊക്കെ സമൂഹം കാണുകയല്ലേ. പക്ഷേ ഇവിടെയൊക്കെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി ഇങ്ങനെയൊക്കെ തമ്മിൽ തല്ലിപ്പോയാൽ, വ്യക്തിഹത്യ നടത്തിപ്പോയാൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ നിങ്ങളുടെ തമ്മിലടി തന്നെ അതുകൊണ്ട് സാധിക്കുമോ? ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമോ? ഇപ്പോൾ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു എന്ന് കൂട്ടാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ പറയും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഭരണം നടത്താൻ സാധിക്കട്ടെ. കെ സി വേണുഗോപാൽ വന്നു, അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഭരണം നടത്താൻ സാധിക്കട്ടെ. രമേശ് ചെന്നിത്തല വന്നാലും മുരളീധരൻ വന്നാലും ആര് വന്നാലും അവർക്കൊക്കെ നല്ല രീതിയിൽ ഭരണം നടത്താൻ സാധിക്കട്ടെ. കാരണം അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ കിട്ടുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. ഇപ്പോൾ 10 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടേക്ക് എത്തി. ഇപ്പോൾ SSLC പ്രഖ്യാപനം നടക്കുകയാണ്, സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്. കുട്ടികൾക്ക് പാഠപുസ്തകം മുതൽ എല്ലാം സംഗതികളും ഉണ്ടാവേണ്ടതുണ്ട്. അടിസ്ഥാന കാര്യങ്ങളിലുള്ള നിയന്ത്രണങ്ങളും അതിനുള്ള ഉത്തരവുകളും അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ നാഥനില്ലാ കളരിയായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ മാത്രം പ്രശ്നമൊന്നുമില്ല, എല്ലാവരെയും ബാധിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇപ്പോൾ ട്രോളുകൾ കൊണ്ട് നിറയാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമാണോ ട്രോളുന്നത്? അല്ലല്ലോ. സാധാരണക്കാരായ ഓരോ മനുഷ്യരും അത്തരം പ്രതികരണങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനൊക്കെ മറ്റു പാർട്ടികളും ദിവസങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ എന്നാ. അവരാരും റൂട്ടിൽ തമ്മിൽ തച്ചിട്ടില്ല, ഫ്ലക്സുകൾ വലിച്ചു കീറിയിട്ടില്ല, പരസ്പരം അവനാൻ്റെ നേതാക്കന്മാരെ തെറി വിളിച്ചിട്ടില്ല, ഘടകകക്ഷികൾ ഇതിൽ അഭിപ്രായം പറയേണ്ട മറ്റേതാക്കണ്ട എന്നൊന്നും പരസ്യ പ്രസ്താവന നടത്തിയിട്ടില്ല. അപ്പോൾ ഇതൊരു ദുരന്ത സംഭവം തന്നെയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനൊരു ദുരന്ത സംഭവമായിട്ട് തന്നെയാണ് ആളുകൾ വിലയിരുത്തുക. ഇതൊക്കെ ഈ കോലത്തിൽ നടമാടുമ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ സാധാരണക്കാരൻ അനുഭവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ
അതൊക്കെ ഏതെങ്കിലും വെറുപ്പിൻ്റെ മനോഭാവത്തോടു കൂടി പറയാണ് എന്ന് ഒരിക്കലും ആരും വിലയിരുത്തരുത്. എന്നോട് ഇന്നലെ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, വി ഡി സതീശനോട് എന്താണ് ഇത്ര ദേഷ്യം? ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ വി ഡി സതീശൻ അങ്ങേയറ്റം, ഞാൻ പറഞ്ഞു അതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ നമ്മളെ ചില വിയോജിപ്പുകളെ നമ്മൾ രേഖപ്പെടുത്തേണ്ടേ, അത് വേണം. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അദ്ദേഹത്തോട് ഞാൻ സംവദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയാണ്. അതൊന്നും അദ്ദേഹം നിരാകരിക്കുന്നില്ല, ഇല്ല എന്ന് പറയുന്നില്ല. അതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നൊക്കെയുള്ള ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയുന്നു. ആര് മുഖ്യമന്ത്രി ആയാലും കേരള ജനതയ്ക്ക് നല്ല രീതിയിൽ ഭരണം കിട്ടട്ടെ, നല്ല രീതിയിൽ ഭരണം നടത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ഭരണത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് അത് വ്യക്തിവിരോധമാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അങ്ങനെ ആരെയും ഇതുവരെ വ്യക്തിഹത്യ ചെയ്തിട്ടില്ല. വ്യക്തിഹത്യകൾ ഇങ്ങോട്ടുണ്ടായാൽ പോലും അതിനൊന്നും പ്രതികരിക്കാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.